പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നതിനായ യേശു ക്രിസ്തുനാമത്തെ സ്നേഹത്തെയും വന്ദനത്തെയും ഒരു വർഷങ്ങൾ അറിയിക്കുന്നു. ഒരു ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ആമേൻ ഹല്ലേലൂയ 126 സങ്കീർത്തനം അതിന്റെ 5-6 വാക്ക് ഇങ്ങനെ പറയുന്നു: കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. അമ്മ വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. ഈ സങ്കീർത്തനം നമുക്ക് ഹല്ലേലൂയ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ 1-ാം ഭാഗമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികൾ പറയുന്നു. നോക്കുക, ഇവരെ ഹല്ലേലൂയ ഈ ദൈവം ഇവരെ മടക്കി വരുത്തിയപ്പോൾ, അതായത് ഇവരുടെ പ്രവാസത്തിൽ നിന്ന് ഒരിക്കലും ഇവർ വിചാരിച്ചില്ല എന്ത് ചെയ്യുന്നത്, ഇവർ മടങ്ങി വരും, ആ ദേശത്തിനെ ഇവർ ഒടുങ്ങി പോകുമെന്ന് ഇവർ ചിന്തിച്ചു. എന്നാൽ എന്ത് ചെയ്യാം, അമ്മയെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുകയാണെന്ന് വിചാരിച്ചേ. ഞങ്ങൾക്ക് ദൈവം മടക്കി വരവ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുന്നത് അമ്മ ഞങ്ങൾ ചിന്തിച്ചപ്പോൾ, അമ്മ ദൈവം അത് പ്രവർത്തിച്ചപ്പോൾ എന്ത് ചെയ്യാം, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞു. നോക്കുക, അമ്മ ദൈവം അവരെ മടക്കി വരുത്തിയപ്പോൾ അവരുടെ വായിൽ ചിരി നിറഞ്ഞിരുന്നത് അമ്മ ദൈവവചനം പറയുന്നു. ആമേൻ ഹല്ലേലൂയ. നീതിമാന്മാരുടെ കൂടാരം ഉല്ലാസത്തിന് ചെയ്തതിന് ഘോഷമുണ്ട്. അപ്പോൾ നീതിമാന്മാരുടെ കൂടാരം എന്ന് പറഞ്ഞ ദൈവത്തെ അമേൻ വിളിച്ച ദൈവത്തിന്റെ സന്നിധി നീതിയോട് ജീവിക്കുന്നവന്റെ ഭവനത്തിനകത്ത് എന്ത് ചെയ്യാം, ആമേൻ ഹല്ലേലൂയ, ഉല്ലാസവും ജയവും ഉണ്ട്. ഇവിടെ പറയുകയാണ്, നമുക്കറിയാം ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ആ ജനത്തെ അമ്മേ ശത്രുക്കൾ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ അവരവിടെ കിടന്ന് ഒടുങ്ങിപ്പോകുമെന്ന് അവർ വിചാരിച്ചപ്പോൾ ഹല്ലേലൂയ, പക്ഷെ ദൈവം അവരെ എന്ത് ചെയ്യുക, പൊക്കിയെടുത്ത് അവരെ സ്വന്തം ദേശത്തേക്ക് അവരെ കൊണ്ടു. അവർ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആയിരുന്നു, അവർ കുഴിയിലായിരുന്നു. എന്നാൽ ദൈവം എന്ത് ചെയ്തു, അവരെ ആ കുഴിയിൽ നിന്ന് മടക്കി വരുത്തി. ഹല്ലേലൂയ. അവയെ അടിമത്തം എന്ന കുഴിയിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ പുറത്തെടുത്തു. അവർക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികൾ പറഞ്ഞു. ഹല്ലേലൂയ. നോക്കുക, തന്റെ ജനത്തെ ദൈവം മടക്കി കൊണ്ടുവന്നപ്പോൾ ആ ദേശക്കാർ പറയുകയാണ്, അമീൻ ദൈവം അവരെ മടക്കി വരുത്തി, അവരുടെ ദൈവം ജീവിക്കുന്നു, ആ ദൈവം അവരെ മടക്കി വരുത്തിയതല്ല. ജാതികൾ പറഞ്ഞു, അതെ യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്തിയ. ആമേ ഹല്ലേലൂയ. ആമേ ഇസ്രായേൽ ജനം പറയുകയാണ്. ഓക്കെ, ജാതികൾ പറഞ്ഞു. 2, അവർ തന്നെ പറഞ്ഞു, അതെ ഞങ്ങൾക്ക് ഉറപ്പായി ഞങ്ങൾ പറഞ്ഞു. ഹല്ലേലൂയ. ഞങ്ങൾ സ്വപ്നം കാണുന്ന ദൈവം ഇത് ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ സ്വപ്നം കാണുകയാണെന്ന്. പക്ഷെ അല്ല. ഹല്ലേലൂയ. ഞങ്ങൾ സ്വപ്നം കാണുകയല്ല, അല്ല, യഥാർത്ഥത്തിൽ അത് സംഭവിച്ചു. ഹല്ലേലൂയ. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം, നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇത് സ്വപ്നമാണോ, ഇത് സംഭവിച്ചതാണോ, ഹല്ലേലൂയ, ദൈവം ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ചെയ്തോ, അമ്മ ഇത്ര വലിയ കാര്യം എന്നെ ചെയ്തോ എന്ന് നിങ്ങൾ പറയത്തക്ക വണ്ണം എന്ത് ചെയ്യാം, ദൈവത്തിന്റെ പ്രവൃത്തികളെ നിങ്ങൾ കാണും. അതിന്റെ 5-ാം വാക്ക് നമുക്ക് കാണുകയാണ്, അമ്മേൻ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും എന്നിട്ട് പറയുന്നു. 1-ാം ഭാഗം 5-6 1-ാം ഭാഗം പറയുന്നത് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. നമുക്ക് ഈ ജനം പ്രവാസികളായി അവര് ആ ദേശായിരുന്ന സമയത്ത് ഇവര് പ്രവാസികളായി പിടിച്ചു കൊണ്ടുപോയ ആ സമയത്ത് അവർ കരഞ്ഞു, അവർ നിലവിളിച്ചു ദൈവസന്നിധിയിൽ. ദൈവം ചെയ്തു പോയ തെറ്റുകളെയും ചെയ്തു പോയ കുറവുകളെയും അവർ ദൈവസന്നിധി ഏറ്റു പറഞ്ഞു. അവർ ദൈവത്തിന്റെ സന്നിധിയാ കണ്ണുനീരോടെ വിതച്ചു, കർത്താവേ ഞങ്ങളെ മടക്കി വരുത്തണമേ. അവരുടെ ആവശ്യം എന്താണോ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വിതച്ചു, പ്രാർത്ഥനയോടെ വിതച്ചു. എന്നിട്ട് 2-ാമത്തെ 6-ാമത്തെ ആദ്യത്തെ വാക്യം പറയും, വിത്ത് ചുമന്ന് കരഞ്ഞ് വിതച്ചും കൊണ്ട് നടക്കുന്നു. എന്താണ് വിത്ത്? ഹല്ലേലൂയ, പ്രാർത്ഥനയാകുന്ന വിത്ത്. നിന്റെ വിഷയം ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ദൈവത്തിന്റെ വചനമാകുന്ന ദൈവമാകുന്ന വചനത്തിലേക്ക് നിന്റെ പ്രാർത്ഥനയാകുന്ന വിത്ത് നീ പകരപ്പെടുവാൻ ഇടയാകുന്നെങ്കിൽ, വിതയ്ക്കുവാൻ ഇടയാകുന്നെങ്കിൽ, നീ കൊണ്ട് നടക്കുകയാണോ, അല്ലെ അത് നീ ദൈവസന്നിധിയിലേക്ക് വിതയ്ക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, നോക്കുക, നീ ആർപ്പോടെ കൊയ്യും. നീ വിതയ്ക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നീ കൊയ്യും. ഹല്ലേലൂയ.
കറ്റ ചുമന്ന് ആർത്തങ്ങൾ നോക്കുക, അത് കൊയ്യും. ഹല്ലേലൂയ എന്നീത് പറയാൻ അത് ചുമന്ന് നീ വരും. നീ എന്ത് ചെയ്യാ? അത് നീ ഉയർത്തി പിടിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യാ? അത് ആർത്ത് നിന്റെ വിഷയങ്ങളുടെ നടുവിൽ ദൈവം വൻകാര്യങ്ങൾ ചെയ്തു വന്ന മറ്റുള്ളവർ കാണുക ആ സന്തോഷം എന്ത് ചെയ്യാം? അത് അറിയുവാനിടയാ. പ്രിയരെ, ഹല്ലേലൂയ, ഇത് നമ്മുടെ ആത്മീക ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ, മറ്റൊരു നാം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം ദേശത്ത് തിരുവചനത്തെ വിതയ്ക്കുവാൻ തയ്യാറായാൽ, നാം ഇച്ചിരി കഷ്ടപ്പെട്ട് നമ്മുടെ വചനമാകുന്ന ദൈവനാമത്തെ ഹല്ലേലൂയ നാം ദേശത്ത് പകരപ്പെടുവാൻ ഇടയാകുന്നെങ്കിൽ, പ്രാർത്ഥന നീ നിന്റെ ദേശം അയക്കുവാൻ ഇടയാകുന്നെങ്കിൽ, ഇന്ന് പ്രാർത്ഥന ചിലപ്പോൾ അല്ലെങ്കിൽ നിനക്ക് കണ്ണുനീരായിരിക്കും. ഹല്ലേലൂയ, ഇത് ഞാൻ ഇത്രയും നാളെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മറുപടി ഇല്ലല്ലോ എന്നോർത്ത് നീ സങ്കടപ്പെടുന്നുണ്ടായിരിക്കാൽ തിരുവചനത്തിന്റെ ഹല്ലേലൂയ ദൃഷ്ടി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ദേശത്ത് നിങ്ങൾ വിതയ്ക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ഈ ദേശത്ത് വിതയ്ക്കുന്നെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾ കൊയ്യും. ഹല്ലേലൂയ. അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. അത് ദൈവം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണത്തക്ക വേണം. സമയം എടുത്തല്ല. ഹല്ലേലൂയ. വേഗത്തിൽ കർത്താവ് എന്ത് ചെയ്യുക? പക്ഷെ നമുക്കറിയാം, വിത്ത് വിതച്ചിട്ട് ആ വിത്ത് അതിനകത്ത് തന്നെ പോവുകയല്ല, അതൊരു കിളർപ്പുണ്ട് അല്ലേ? ആ കിളർപ്പ് ഹല്ലേലൂയ ആ മണ്ണിനടിയിൽ വിത്തിട്ടിട്ട് ആ മണ്ണിൽ അടിയിൽ കിടന്ന വിത്ത് വളർന്ന അതിനെ നാമ്പ് എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. ഹല്ലേലൂയ. അധിക നാൾ എന്ത് ചെയ്യത്തില്ല, അത് ആ മണ്ണിനടി കിടക്കുവാൻ അനുവദിക്കത്തില്ല. കാരണം അതിനൊരു കിളിർപ്പുണ്ട്. അതുകൊണ്ട് ആ മണ്ണിനകത്ത് വിത്ത് എന്ത് ചെയ്യുക? ഒതുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനെ കിളർത്ത് ദൈവം എന്ത് ചെയ്തു? അത് ഭൂമിയുടെ മുകളിലേക്ക് അത് വരത്തക്കവണ്ണം നീണ്ട നാളുകൾ കഴിയുമ്പോൾ അതിന് ഫലമുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുക? ഫലം കായ്ക്കുവാൻ ഇടയാകും. പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെയാണ്. നാം ദൈവത്തിനെ വിതയ്ക്കുക, ആ വിതയ്ക്കുന്നത് കിളിർക്കുവാൻ വേണ്ടി കാത്തിരിക്കുക. നിശ്ചയമായും അത് കിളിർക്കും. നിങ്ങൾക്ക് അതിനകത്തൊരു വിത്ത്, അതിന് ഫലം ഉണ്ടാകും. അത് നിങ്ങൾ വിതയ്ക്കും, അല്ലെങ്കിൽ നിങ്ങൾ അത് കൊയ്യും, നിശ്ചയമായും കൊയ്യും. ആ കറ്റ ചുമന്നുകൊണ്ട്, ആ പ്രാർത്ഥനയുടെ വിഷയം നിങ്ങൾ ചുമന്നുകൊണ്ട് വഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി ആർപ്പോടെ ഹല്ലേലൂയ സ്തോത്രത്തോടെ സ്തുതിയോടെ നിങ്ങൾ കടന്നു വരുവാൻ ഇടയാകും. ദൈവവചനമാണ് പറയുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ജനം ഹല്ലേലൂയ അവരടിമത്തിൽ പ്രവാസികളായിരുന്നപ്പോൾ ഇവിടെ പറയുകയാണ്, ഞങ്ങളുടെ നാവിൽ ആർപ്പ് നിറഞ്ഞിരുന്നു. അതുകൊണ്ട് പറയും ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ നാവിൽ. ഹല്ലേലൂയ. ആ മഹത്വം നിങ്ങൾ ഏറ്റുപറയാൻ ഇടയാകും. ദൈവം എങ്ങനെ വൻകാര്യങ്ങൾ ചെയ്തു ഇരിക്കുന്നുവെന്ന് നിങ്ങളുടെ കണ്ണിന്റെ ദൃഷ്ടിയിൽ ഇന്ന് മറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടികളെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെളിച്ചത്ത് കൊണ്ടുവന്ന നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോട് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം തകരുന്നത്, നിങ്ങളുടെ കണ്ണുനീർ ഹല്ലേലൂയ ധാരധാരെ ഒഴുകുന്നതെല്ലാം ദൈവം കാണുന്നുണ്ട്. ഇതിനൊക്കെയും ഒരു മറുപടികൾ ഉണ്ട്. ഹല്ലേലൂയ. ഇതിനൊക്കെ ഒരു ഫലമുണ്ട്. അത് വേദനയോടെ നിരാശയോടെ നിങ്ങൾ ആയിരിക്കുക. ദൈവത്തിനെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഇവർ പറഞ്ഞതുപോലെ, അതെ ഞങ്ങൾ പ്രവാസികളായ, പക്ഷെ ദൈവം ഞങ്ങളെ മടക്കി വരുത്തി. ഞങ്ങൾ പ്രവാസ അനുഭവങ്ങളോട് കടന്നു പോകും. ഞങ്ങൾ മടങ്ങി വരുവാൻ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ഇത് സ്വപ്നമാകുന്നോ എന്ന് ചിന്തിക്കുന്ന നിലവാരത്തിൽ ദൈവൻ കാര്യങ്ങളെ ചെയ്യും. അതുകൊണ്ട് ദൈവമായ കർത്താവ് സഹായിക്കട്ടെ.